ഇതേപ്പറ്റി വിദഗ്ധമായ രീതിയിൽ SIT ഈ നിയമവശം പഠിക്കണം. ഇനി പിന്നെ SIT കുറ്റം പറയാൻ ഒക്കില്ല. കാരണം അത് ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു 90 ദിവസം കൊണ്ട് അന്വേഷണം തീരുന്നതല്ല. കാരണം ഇത് 4 സ്റ്റേറ്റിനകത്ത് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അവിടുന്ന് സ്വർണം അടിച്ചു മാറ്റി എന്നുള്ളത് ഇപ്പം വളരെ ക്ലിയറാണ്. പക്ഷേ അതിനകത്ത് പഴയ ഇരുന്ന ഫലകങ്ങൾ അല്ലെങ്കിൽ ചെമ്പ് പാളികളൊക്കെ അതേ പൂശിയിരുന്ന സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ആയിക്കോട്ടെ, അതൊക്കെ ഇനി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 90 ദിവസത്തിനകം കുറ്റച്ചാർജ് കൊടുക്കാൻ പറ്റില്ല SITക്ക്. അതുകൊണ്ട് SIT വളരെ പതുക്കെ പോയിക്കോട്ടെ. അതിനകത്ത് ഇപ്പം നമ്മൾ അറസ്റ്റ് ചെയ്തവരൊക്കെ 60 ദിവസമോ അല്ലെങ്കിൽ 90 ദിവസമോ കഴിഞ്ഞ് ജാമ്യത്തിൽ പോട്ടെ. കോടതിയൊക്കെ കുറേ കൺസെഷൻ കാണിച്ചിരിക്കുന്നു. കാരണം അല്ലെ 60 ദിവസം കഴിഞ്ഞപ്പോൾ മാൻഡേറ്ററി ആയിട്ട് അവർക്ക് ജാമ്യം കൊടുത്തല്ലേ പറ്റുള്ളൂ. 60 ദിവസം വരെയുള്ള ഇന്ത്യയിൽ അവർ കുറ്റകുറ്റം 10 വർഷത്തിനകത്തുള്ളവർ ശിക്ഷയുള്ള വരാനുള്ള സാധ്യതയുള്ളവർ 60 ദിവസം കഴിഞ്ഞ് ജാമ്യം കൊടുക്കും. 10 വർഷത്തിൽ കൂടുതൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റും ലൈഫ് ഇംപ്രിസ്മെൻറ്റും കൊടുക്കുന്നവർക്കാണ് 90 ദിവസം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 60 ദിവസം കഴിഞ്ഞപ്പോൾ പോലെ ഇവർക്ക് ജാമ്യം കിട്ടാൻ എലിജിബിൾ അല്ലേ. അതുകൊണ്ട് അതേപ്പറ്റി വറി ചെയ്യേണ്ട. നമുക്കിപ്പോൾ ഇതുവരെ അന്വേഷണത്തിൽ ഈ ചാനലുകാരും അതുപോലെ തന്നെ പത്രക്കാരും നാട്ടുകാരും എല്ലാം പറഞ്ഞവരൊക്കെ അറസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് ചില ദേവസ്വം ബോർഡ് മന്ത്രിമാരുടെ കാര്യം, വേറെ 3-4 പേരുടെ കാര്യം കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് അറസ്റ്റങ്ങ് നടത്തി തീർക്ക്. അത് കുറച്ചുകൂടെ സ്വാഭാവികമായിട്ട് വളരെ സ്ലോയിൽ അന്വേഷണം പോയാൽ മതി. അല്ലെങ്കിൽ ഈ കേസിൻ്റെ 90 ദിവസം കൊണ്ട് എങ്ങും എത്തൂല. കാരണം എത്രയോ പ്രതികളുണ്ട്, അവർ എത്ര സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ എവിടെല്ലാം കിടക്കുന്നു, അത് അങ്ങനെ അവരുടെ വീടുകളിൽ എന്തുമാത്രം നമ്മൾ റെക്കോർഡ് എടുത്തിരിക്കുന്നു. ED ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. അതെന്തായാലും നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിനകത്തുള്ള വിദേശയാത്രകൾ, അതിനകത്ത് വിദേശയാത്രയ്ക്ക് പോയ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അതിനകത്ത് മന്ത്രിമാരുണ്ടെങ്കിൽ അവരെല്ലാം ബുക്കഡ് ആയിക്കൊള്ളും. കാരണം അവരുടെ സ്വത്തുക്കൾ മുഴുവൻ അവർ ഫ്രീസ് ചെയ്യും. അതുകൊണ്ട് ഈ ശബരിമലയിലെ കൊള്ള നടത്തിയവരെ തീർച്ചയായിട്ടും അവരുടെ സ്വത്തുക്കളൊന്നും അനുഭവിക്കാൻ പോകുന്നില്ല, അത് ഉറപ്പായി. കാരണം അത് ED ഫ്രീസ് ചെയ്തോളും. അതിലേക്കൊന്നും SIT പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. SIക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അത് ഈ ഈ കോടതിയിൽ നമുക്ക് വിജിലൻസ് കോടതിയിലോട്ട് അവിടുന്ന് ഫയൽ മുഴുവൻ ഇവിടെ പത്തനംതിട്ട കോടതിയിലേക്ക് അതിനകത്ത് മാറ്റണമെന്നാണ് ഞാൻ പറയണത്. കാരണം അവിടെ ഇതുവരെയുള്ള നടപടി ശരിയാണോ എന്ന് ഉന്നത തലത്തിൽ അന്വേഷിക്കണം. കാരണം അത് വിദഗ്ധരെ കൂടെ ഇരുത്തിക്കൊണ്ട് അത് അന്വേഷിച്ചിട്ട് ഇവരുടെ ട്രാക്ക് ശരിയായിരുന്നു, ആരാണ് ആ ഉപദേശം കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു മോഷണമല്ലേ, 381 അല്ലേ, അവിടുത്തെ സ്റ്റാഫുകൾ മോട്ടിച്ചതല്ലേ. അതുകൊണ്ട് ആ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കട്ടെ എന്ന്. അതുകൊണ്ട് ഞാൻ തുടക്കം പോലെ പറയുന്നത് അതുകൊണ്ടാണ്. PC ആക്ടിൻ്റെ പരിധിയിൽ ഇത് വന്നാൽ തീർച്ചയായിട്ടും ഈ കേസുകളെല്ലാം വിട്ടുപോകും.